പാർട്ട് 37. നിനക്ക് എന്തിന്റെ കേടാണ് കാശി? ഇനി നിങ്ങളുടെ സ്ഥാനത്തുള്ള അവളെ നിനക്ക് നശിപ്പിക്കണം. ഒരു കാര്യം നീ ഓർത്തോ, നിങ്ങളെ സഹിക്കുന്നതിന് എനിക്കൊരു പരിധിയുണ്ട്. അവളെ സ്നേഹം നൽകി നശിപ്പിക്കാനുള്ള മോഹമാണ് നിന്റെ മനസ്സിലെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. സമ്മതിക്കില്ല ഞാൻ. ഗൗരിയെ ദേഷ്യത്തിൽ കാശി തള്ളി മാറ്റിക്കൊണ്ട് ഒന്ന് പോടി, എനിക്കറിയാം ഞാൻ എന്ത് ചെയ്യണം വേണം എന്നത്. അതിൽ നീ ഇടപെടാൻ നിൽക്കണ്ട. എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നീ വന്നാൽ എൻ്റെ സ്വഭാവം നീ അറിയും. നിങ്ങൾക്ക് ഇനിയും മതിയായില്ലേ? എന്ത് ജന്മമാണ് നിങ്ങളെ? എത്ര പേരുടെ കണ്ണീർ നിങ്ങൾ കണ്ടു. അതെല്ലാം കണ്ടിട്ടും ഒരു പുച്ഛവില നൽകുന്ന നിങ്ങളോട് എനിക്ക് അറപ്പ് തോന്നുന്നു. ഇങ്ങനെ ഒരാളുടെ ഭാര്യയാവേണ്ടി വന്നത് എൻ്റെ വിധി. ദേഷ്യത്തിലും സങ്കടത്തിലും അവൾ പറഞ്ഞു നിർത്തുമ്പോൾ കൂട്ടിന് കണ്ണുനീരും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞോ എന്നെ കെട്ടാൻ? നീയായിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്? എൻ്റെ ഒരുപാട് പ്ലാൻ അതെല്ലാമാണ് നീയൊക്കെ ചേർന്ന് തകർത്തത്. പിന്നെ ഒരു കാര്യം നീ ഓർത്തോ ശ്രീ, അവളെ കൊണ്ട് ഞാൻ പോകൂ. നിനക്കെന്നല്ല കാശിനാഥനും തടയാൻ കഴിയില്ല. ഇത്രയും ദിവസം ഞാൻ നാടകം കളിച്ചു നിന്നത് അവളെ നേടാൻ തന്നെയാണ്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അവളെ ഇവിടെ കൊണ്ടുവന്ന അന്ന് തന്നെ കാശിനാഥനായി അവളെ എനിക്ക് പുഷ്പം പോലെ സ്വന്തമാക്കാമായിരുന്നു. പക്ഷേ അവളിൽ എനിക്കൊരു കണക്ക് തീർക്കാനുണ്ട്. അതിനുശേഷം കാശിനാഥൻ്റെ പോലെ അഭിനയിക്കാം എന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ എല്ലാ പ്ലാനും തകർത്തുകൊണ്ടുള്ള അവളുടെ ഒരു യാത്ര. പിന്നീട് അവളെ തിരിയാത്ത സ്ഥലമില്ല. എന്നിട്ട് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. അന്ന് സത്യം പറഞ്ഞ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ പുറകെ നിങ്ങളുടെ വരവ്, അവിടെയാണ് എൻ്റെ കണക്കുകൾ പാളിയത്. നിന്റെ കണി ഞാനൊരു പെണ്ണുപിടിയനാണെങ്കിൽ അതിനു മുമ്പ് എനിക്കൊരു കാലമുണ്ടായിരുന്നു. നീ എന്താടി വിചാരിച്ചത്? ഞാൻ നിന്നെ നശിപ്പിച്ചിട്ട് പേടിച്ചോടിയതാണെന്ന്? എന്നാൽ നിനക്ക് തെറ്റി. ഞാൻ ഇവിടെ നിന്നും ഇങ്ങോട്ട് വന്നത് കാശിനാഥൻ്റെ പെണ്ണ് എന്ന് പറഞ്ഞ് അവൻ കാണിച്ചു തന്ന ആ ഫോട്ടോയിലെ ശ്രീവിദ്യയെ കണ്ട് അവളെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഞാൻ വന്നത് ശ്രീവിദ്യയെ തേടിയാണ്. അവളാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത്. അവൾ ഒരാൾ കാരണം. അതും പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ ഗൗരിയെ നോക്കുമ്പോൾ ഗൗരി ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി. ശ്രീയോ? അവളെന്തിനാ നിന്റെ ജീവിതം നശിപ്പിക്കണം? നീ എന്താ പുതിയ കഥ ഉണ്ടാക്കിയെടുക്കുവാണോ? നിനക്ക് വേണം എന്നുണ്ടെങ്കിൽ വിശ്വസിച്ച മതി. നിന്നേക്കാൾ 2 വയസ്സിന് മൂത്ത നിന്റെ ചേച്ചിയില്ലേ ഗായത്രി, അവൾ മരിക്കാൻ കാരണം തന്നെ നീ ഇപ്പോൾ സഹോദരി എന്ന് പറയുന്ന ആ ശ്രീവിദ്യയാണ്. അവൻ ദേഷ്യത്തിൽ പറഞ്ഞതും അവളൊന്ന് ഞെട്ടിത്തരിച്ച് അവനെ നോക്കി. എന്ത്? നീ എന്താടി വിചാരിച്ചത്? കോളേജിൽ വെച്ച് നടന്ന ഒരു ആക്സിഡന്റിലാണ് ഗായത്രി മരിച്ചത് എന്നോ? ആ ആക്സിഡന്റ് ഉണ്ടാക്കി എടുത്തത് തന്നെ നിന്റെ ശ്രീവിദ്യയാണ്. നിനക്കും ചെട്ടിയാർക്കും അറിയായിരുന്നല്ലോ ഞാനും ഗായത്രിയും ഇഷ്ടത്തിലാണെന്ന്. അല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ഗൗരി ഒന്നും മിണ്ടാതെ ഞെട്ടലോടെ അവനെ നോക്കി. നിന്റെ ഗായത്രി പുറത്തു പോയി പഠിച്ചിരുന്ന ആ കോളേജിലാണ് ശ്രീവിദ്യ പഠിച്ചിരുന്നത്. അത് കേട്ട് ഗൗരി ഞെട്ടിപ്പോയി. ഗൗരിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ, അന്ന് ഗായത്രിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ റേപ്പ് ചെയ്തതിന് ശേഷമാണ് ഈ ആക്സിഡന്റ് ഉണ്ടായത് എന്ന് കണ്ടപ്പോൾ നിങ്ങളെല്ലാം ആദ്യം സംശയിച്ചത് എന്നെയായിരുന്നില്ലേ? എന്നിട്ടോ അതിന് തെളിവ് ഉണ്ടായോ? ആ സംഭവം നടക്കുമ്പോൾ ഞാൻ ഡൽഹിയിലായിരുന്നു. പക്ഷേ അവൾക്ക് എനിക്കെല്ലാമായിരുന്നു. ഞാൻ കണ്ടുപിടിച്ചു അത് എങ്ങനെ സംഭവിച്ചത് എന്ന്. ആ കാർത്തികിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തത് ശ്രീവിദ്യയായിരുന്നു. ആ ശ്രീവിദ്യയാണ് അന്ന് പണി കഴിയാത്ത ബിൽഡിങ്ങിലേക്ക് ഗായത്രിയെ കൊണ്ടുവന്നത്. അതും കാർത്തികിന്റെ അരികിലേക്ക്. അവൻ കാരണമാണ് അവൾ മരിക്കുന്നത്.
അതിനുശേഷം ആരും അറിയാതിരിക്കാൻ അവൻ ആ ബിൽഡിങ്ങിൽ നിന്നും അവളെ തള്ളിയിട്ടു. അവൾ ആത്മഹത്യ ചെയ്തതെന്ന് വരുത്തി തീർത്തു. ഈ കേസ് തന്നെ അവൻ്റെ പണം കൊണ്ട് അവൻ ഒന്നുമല്ലാതെ ആക്കി തീർത്തു. എന്നോട് ഇതെല്ലാം പറഞ്ഞു തന്നത് എൻ്റെ ചേച്ചിയുടെ കൂട്ടുകാരൻ പോലുമായി. അവനെ പേടിയായിരുന്നു. നോ, ഇല്ല, ഞാൻ സമ്മതിക്കില്ല. സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ തേടി വന്നത് ഇതിന് പകരം ചോദിക്കാൻ വേണ്ടി തന്നെയാണ്. പിന്നെ ഞാൻ അത്ര നല്ലവനൊന്നുമല്ല, അത് ശരി തന്നെയാണ്. നിന്റെ ചേച്ചി പോയതിനു ശേഷമാണ് ഞാൻ ഇങ്ങനെയായത്. പിന്നെ നീ എൻ്റെ കയ്യിൽ വന്ന് പെട്ടത് അത് നിനക്കും അറിയും എന്താണ് കാരണമെന്ന്. നിന്റെ കൂട്ടുകാരിക്ക് പകരം നീ അവിടെ വരാൻ പാടില്ലായിരുന്നു. അത് നിന്റെ തെറ്റ്. പിന്നെ കുറച്ചു നേരം അവിടെ മൗനമായിരുന്നു. ഒരു പെണ്ണിനെ ഒരു പെണ്ണ് തന്നെ ചതിക്കുന്നത് ശരിയാണോ? അല്ല. ആർക്ക് വേണ്ടി ആണെങ്കിലും സ്ത്രീ അത് ചെയ്തതിന് ശിക്ഷ അർഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവളെ തേടി പിടിച്ച് അവളിലൂടെ അവനെയും. പിന്നെ ഞാനൊരു കാര്യം പറയാം, സ്ത്രീ കാരണം തന്നെയാണ് നിന്റെ ചേച്ചി മരിച്ചത്. ഇല്ല, അത് ഞാൻ സമ്മതിക്കില്ല, അവൾ ഞെട്ടലോടെ തന്നെ പറഞ്ഞു. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് തന്നെയാണ് സത്യം. ഗൗരി അതെല്ലാം കേട്ട് ഞെട്ടലോടെ ഇരുന്നു. സ്ത്രീ തന്നെയാണ് നിന്റെ ചേച്ചി മരിക്കാൻ കാരണം എന്ന വാക്ക് അവൾ മുഴുങ്ങിക്കിട്ടു. അവൾ ഒരു തരം ഞെട്ടലോടെ നിലത്തേക്കിരുന്നു. സ്ത്രീയോ? അവൾക്കതിന് സാധിക്കുമോ? ഇല്ല, അവളല്ല. പക്ഷേ ആ കാർത്തികിനെ പേടിച്ച് അവളാണോ ഇതിന് പിന്നിൽ നിന്നത്? അവൻ അത്ര നല്ലവനല്ലെന്ന് ശ്രീ പറയാറില്ലേ? ഗൗരിക്ക് അവൾക്ക് ചുറ്റും എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായതേയില്ല. അവൾ ആകെ വിഷമത്തോടെ അങ്ങനെ ഇരുന്നു. ശ്രീ രാത്രി ബെഡ്ഷീറ്റെല്ലാം തിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് കാശിനാഥൻ വരുന്നേ. ശ്രീ മൂളിപ്പാട്ടെല്ലാം പാടിക്കൊണ്ടാണ് അത് ചെയ്യുന്നത്. എന്താണ് ശ്രീ, ഇന്ന് നല്ല സന്തോഷത്തിൽ ആണെന്ന് തോന്നുന്നു. പെട്ടെന്ന് കാശി കിടക്കിലേക്ക് കിടന്നുകൊണ്ട് തലയ്ക്ക് ഒരു കൈക്കൊണ്ട് താങ്ങു കൊടുത്തു. എന്നിട്ട് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു, കാശിയേട്ടൻ പറഞ്ഞ പ്ലാൻ വർക്കിംഗ് ആണ്. ഗൗരിക്ക് ഞാനിന്ന് സംസാരിക്കാര്യത്തിൽ നല്ല സങ്കടമുണ്ടായിരുന്നു. എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. അവൾ വളരെയധികം സന്തോഷത്തോടെ പറഞ്ഞു നിർത്തി. കാശിയും ഒരു പുഞ്ചിരിയോടെ അത് കേട്ടു നിന്നു. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ഇതിനാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നേ. ഇതെല്ലാം നിനക്ക് ശരിയാക്കുന്നേ ഉള്ളൂ. അവൻ എണീറ്റ് വന്ന് അവളുടെ മുഖം അവൻ്റെ കയ്യിലേക്ക് കോരിയെടുത്തു. ഇങ്ങനെ പുഞ്ചിരിയോടെ നിൽക്കണം നീ എപ്പോഴും. നിനക്ക് എന്ത് പറയാനും എന്തിനും ഏതിനും ഞാൻ കൂടെയില്ലേ. കഴിഞ്ഞുപോയ കാലമെല്ലാം മറന്ന് നമ്മൾ ഇപ്പോൾ സന്തോഷത്തോടെ ജീവിതം തുടങ്ങുവല്ലേ. ഇനി ഈ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ഒന്നും വരാതെ ഈ ഞാൻ നോക്കിക്കോളാം നിന്നെ. അതും പറഞ്ഞ് അവളുടെ നെറ്റിയിൽ അവനൊന്ന് ചുംബിച്ചതും അവളത് കണ്ണടച്ച് സ്വീകരിച്ചു. അവൾ കണ്ണടച്ച് നിൽക്കുന്നത് കണ്ടതും അവൻ അവളുടെ കണ്ണുകളിലേക്ക് ഊതിയതും അവൾ കണ്ണുകൾ തുറന്നു നിറപ്പുഞ്ചിരിയോടെ അവനെ നോക്കി. വാ, നമുക്ക് പുറത്ത് ആ നിലാവ് കണ്ട് സംസാരിക്കാം. അതും പറഞ്ഞ് രണ്ടുപേരും ബാൽക്കണിയിലേക്ക് വന്നു നിന്നു. അവളുടെ അരയിലൂടെ കൈയിട്ട് അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ച് അവർ അങ്ങനെ നിന്നു. കുറച്ചു നേരം അവിടെ മൗനമായിരുന്നു. കാശിയേട്ടാ, എനിക്ക് ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഇനി എൻ്റെ അമ്മയുടെ സ്വത്തെല്ലാം എൻ്റെ അമ്മ ആഗ്രഹിച്ച പോലെ മാറ്റിയെടുക്കണം. അമ്മ സ്നേഹത്തോടെ കൊണ്ടു നടന്നിരുന്ന ഒരു അനാഥാലയമുണ്ട്. പണ്ടെല്ലാം ഞാൻ എന്നും അമ്മയുടെ കൂടെ പോകാറുണ്ട്. വലുതായപ്പോൾ അവർ എന്നെ അവിടേക്ക് പറഞ്ഞു വിടാറില്ല. പക്ഷേ ഞാൻ അവിടേക്ക് രക്ഷിച്ചു പറഞ്ഞു വിട്ട ഒരു വ്യക്തിയുണ്ട് അവിടെ. പിന്നീട് ഞാൻ കണ്ടില്ലെങ്കിലും എന്നെ ഓർമ്മ കാണുമായിരിക്കും. ആ വലിയ കഥ പിന്നെ പറഞ്ഞു നൽകാം. അതിനുശേഷം എനിക്ക് എൻ്റെ ആ തറവാട്ടിൽ പോകണം. എൻ്റെ അമ്മ ഉറങ്ങുന്ന ഇടം, ആ തറവാട് ഇന്നൊരു പ്രേതാലയമായി കാണും. പക്ഷേ അവിടെ ഉറങ്ങുന്നത് എൻ്റെ അമ്മയാണ്. ഒരിക്കൽ പോലും ആരും എന്നെ അമ്മയുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയിട്ടില്ല. എനിക്ക് അവിടേക്ക് പോകണം കാശിയേട്ടാ.
അത് പറഞ്ഞ് തീരുമ്പോൾ അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകുമായിരുന്നു. കാശി അവളെ ഒന്നും മിണ്ടാതെ അങ്ങനെ ചേർത്ത് പിടിച്ചു. അതിലും അവൾക്കൊരു സമാധാനമുണ്ടായിരുന്നു. തുടരും.